ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ ദിവാലിയൊക്കെ എടുത്തു, അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇപ്പോൾ അതിൻ്റെ റെസിപ്പീസ് ആയിരിക്കുള്ളൂ സെർച്ച് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടൊരു അടിപൊളി ചീസി സെമോലിന പുഡിംഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു അടിപൊളി പുഡിംഗാണ്, പറയാനില്ല. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ 2 ദിവസം മുമ്പ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു പ്രൊമോ വീഡിയോ, ജസ്റ്റ് ഒരു ദിവാലിയുടെ സ്വീറ്റ്സ് ടേബിൾ. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. ഞാൻ താഴെ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഞാൻ അതിൻ്റെ എല്ലാ സ്വീറ്റ്സ് ഉണ്ടാക്കുന്നുണ്ട്. ഫസ്റ്റ് നമുക്ക് ഈ പുഡിംഗ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ്ലി ഞാൻ 2 കപ്പ് പാലെടുത്ത് വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 1/4 കപ്പ് പാൽപ്പൊടി. പിന്നെ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് സെയിം അളവിൽ 1/2 കപ്പ് റവ, 1/2 കപ്പ് പഞ്ചസാര. പഞ്ചസാരയുടെ അളവ് നമുക്ക് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം, നമ്മളുടെ ഇഷ്ടാനുസരണം കൂട്ടിയും കുറവൊക്കെ ആയിട്ട് എടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സോസ് പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ സോസ് പാനിലേക്ക് നമുക്ക് ഫസ്റ്റ്ലി 1/2 കപ്പ് റവ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര, 1/4 കപ്പ് പാൽപ്പൊടി, അതിനുശേഷം 2 കപ്പ് പാൽ. ഈ പാൽ ആഡ് ചെയ്തതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്ത് വെക്കാം. ഓക്കെ, ഈ ഫുള്ള് തീരെ കട്ടിപ്പോ ലംഫോ ഒന്നും ഇല്ലാണ്ട് നല്ലോണം ഇതൊന്ന് മിക്സ് ചെയ്യുക. അത് എനിക്ക് തോന്നുന്നു നമുക്ക് ശരിക്കും മിക്സ് ചെയ്യാൻ പറ്റുന്നൊരു വയർ വിസ്ക് വെച്ചിട്ടായിരിക്കും. പിന്നെ നമുക്ക് ഈ സോസ് പാനിൻ്റെ കോട്ടിങ്ങിന് പ്രശ്നം വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഒരു വയർ വിസ്ക്കാണ്. അതിന് ശേഷം നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ തീയിൽ വെക്കണേക്കാൾ മുമ്പ് ഇത് ഫുള്ള് അരിച്ചെടുത്തതിന് ശേഷം തീയിൽ വെക്കുക, അല്ലെങ്കിൽ പിന്നെ നമുക്കത് കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ പിന്നെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ കട്ടായിട്ട് നമുക്കത് കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ട് കിട്ടില്ല. അപ്പോൾ ഞാനിത് സ്റ്റൗവിൽ വെച്ചു. ഇതൊന്ന് നല്ലോണം ഒന്ന് കുറുക്കിയെടുക്കാം, ഒരു 10-15 മിനിറ്റ് സ്റ്റൗവിൽ വെച്ചിട്ട്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്കൊരു പുഡിങ്ങിൻ്റെ ബൗൾ വേണമെങ്കിൽ എടുക്കാം, പക്ഷെ ഞാനിവിടെ ഒരു റൗണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കേക്ക് ടിന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇതൊരു 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ റവയുടെ പുഡിങ്ങിൻ്റെ ബേസ് റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാനിത് താഴെ വെച്ച് കൊടുക്കുമ്പോൾ നല്ലോണം സ്റ്റഫ് ചെയ്യുന്നുണ്ട്, കാരണം ഇത് നമുക്ക് നോർമലി കാണാൻ പറ്റില്ല. പിന്നെ അത്ര ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി അല്ലാത്തതുകൊണ്ട് എയർ ബബിൾസ് നല്ലോണം കയറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ലോണം ഒന്ന് സ്റ്റഫ് ചെയ്ത് കൊടുക്കുക ഫസ്റ്റ് മാത്രം. അതിന് ശേഷം നമുക്ക് വേഗം ഒഴിച്ച് കൊടുക്കാം, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ സാധാ പുഡിങ്ങിൻ്റെ ബൗൾ എടുക്കുന്നുണ്ടെങ്കിലും ഇത്ര ഇഷ്യൂ വരുന്നില്ല, പക്ഷേ ഒരു കേക്ക് ടിന്നാകുമ്പോൾ നമുക്ക് കാണുന്നില്ലല്ലോ. അപ്പോൾ പിന്നെ നന്നായിട്ട് അങ്ങോട്ട് സ്റ്റഫ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. അങ്ങനെ നമ്മൾ അഡീഷണലി വേറെ ഒന്നും സംഭവങ്ങളൊന്നും ആഡ് ചെയ്യുന്നില്ല, ലൈക്ക് ജലാറ്റിനോ അഗരഗറോ അങ്ങനത്തെ ഒരു സംഭവം ആഡ് ചെയ്യുന്നില്ല. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ദിവാലി പുഡിങ്ങാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാനത് സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചു. അപ്പോൾ ഈ റവയുടെ ബേസ് ഞാൻ നല്ലോണം സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ജസ്റ്റ് മേലെ ഒന്ന് ഫ്ലാറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പൂണിലുണ്ടല്ലോ, ജസ്റ്റ് ഒരു ഓയിൽ തടവിന് ശേഷം ഇവിടെ ജസ്റ്റ് ഒന്ന് ഫ്ലാറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട്. നമ്മളിപ്പോൾ വീട്ടിലൊക്കെ ഉണ്ടാക്കണമെങ്കിൽ കുഴപ്പമില്ല, ഞാനിപ്പോൾ ഇത് വീഡിയോക്ക് വേണ്ടി ചെയ്യുന്നതാണ്. അല്ലെങ്കിലും ഈ ഒരു സൈഡ് കാണില്ല, കാരണം നമ്മളിതിൻ്റെ മേലെ ചീസ് ഫില്ലിങ് ഒഴിക്കുന്നതാണ്. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒന്ന് തടവി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലോണം നല്ല സ്മൂത്തായിട്ട് നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ളൊരു ബേസ് നമുക്ക് റെഡിയായി കിട്ടും. ഓക്കെ, കണ്ടില്ല, ഇത് ജസ്റ്റ് ഒന്ന് ഒരു താഴെ ഒരു ഓയിൽ എങ്ങനെ തടവിന് ശേഷം ഇതൊന്ന് നല്ലോണം ഒന്ന് സ്മൂത്ത് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പുഡിങ്ങിൻ്റെ ബേസ് നമുക്ക് റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ ഞാൻ സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേറൊരു സോസ് പാനിൽ 1/2 കപ്പ് ക്രീം ചീസ് ഒഴിച്ച് കൊടുക്കുകയാണ്.
കണ്ടില്ല, നല്ല സ്മൂത്ത് ആയിട്ടുള്ള നല്ല ക്രീമി ആയിട്ടുള്ള ക്രീം ചീസ്. ഇത് ഞാൻ നേരത്തെ തന്നെ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ നിന്ന്. 2 മണിക്കൂർ മുമ്പ് തന്നെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാനിപ്പോൾ അമുലിൻ്റെ ക്രീം ചീസാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ മിൽക്കി മിസ്റ്റിനെയാണ് യൂസ് ചെയ്യാറ്, പക്ഷേ എനിക്കത് ഇത്തിരി സോളിഡായിട്ട് തോന്നി. പക്ഷേ അമുലിൻ്റെ നല്ല പെർഫെക്റ്റ് ക്രീം ചീസാണ്. അതുപോലെ തന്നെ ഞാൻ 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്, 1/4 കപ്പ് പാൽപ്പൊടി. ഇൻ കേസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വിപ്പിംഗ് ക്രീം കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷേ ഞാനിവിടെ ആഡ് ചെയ്യുന്നില്ല, ഞാൻ പകരം പാലാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ 2 കപ്പ് പാലൊഴിച്ച് കൊടുക്കുകയാണ്. നമ്മൾ നേരത്തെ ചെയ്ത സെയിം പ്രൊസീജിയർ തന്നെ ഇതിലും ഫോളോ ചെയ്യുക. ഒരു വയർ വിസ്കോ വല്ല സ്പാച്ചുല അങ്ങനത്തെ എന്തെങ്കിലും യൂസ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒന്ന് സ്റ്റൗ ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് വെക്കുക. പിന്നെ നമ്മളിതിൽ കട്ടിയാവാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ജസ്റ്റ് ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് സ്റ്റീം ചെയ്തെടുക്കുക. അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനത് സ്റ്റൗവിൽ വെച്ചു. അപ്പോൾ ഞാനൊരു ചെറിയ ബൗളിൽ 2 ടേബിൾ സ്പൂൺ മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ. നമ്മളിതിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അഗർ അല്ലെങ്കിൽ ചൈന ഗ്രാസ് അങ്ങനത്തെ ജെലാറ്റിൻ അങ്ങനത്തെ ഒന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ജസ്റ്റ് ഈ മൈദ ആൻഡ് കോൺഫ്ലവർ മാത്രമേ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ഓക്കെ, ഇത് നമ്മൾ മറ്റതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഈ ഒരു മിക്സ് ഇതിൽ നമ്മൾ ഈ ചീസിലേക്ക് ഒഴിക്കുമ്പോൾ നല്ല ചീസ് നല്ലതായിട്ട് കുറുകി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുഡിങ്, നമ്മളൊരു ചീസി പുഡിങ് നമുക്ക് അപ്പം റെഡി ആയിട്ട് കിട്ടും. ഓക്കെ, നിങ്ങൾ ഇൻ കേസ് കോൺഫ്ലവർ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ജെലാറ്റിൻ ആഡ് ചെയ്താൽ മതിയാവും. ഇത് നമ്മൾ ഡയറക്റ്റ് നമ്മൾ മിക്സിയിലേക്ക് ഇടുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കട്ടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ബൗളെടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഈ സോസ് പാനിലൊക്കെ അത് ഒഴിച്ച് കൊടുക്കുക. ഇപ്പം ഞാനതൊരു 5 മിനിറ്റോളമായി, ചെറിയ ബബിൾസൊക്കെ വന്ന് തുടങ്ങുന്നുണ്ട് നമ്മൾ ക്രീം ചീസിലേക്ക്. ഇത് ഒഴിച്ചതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്യാൻ മറക്കരുത്, അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇതൊന്ന് അത്യാവശ്യം ചെറുതായിട്ടൊക്കെ ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഈ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന കേക്ക് ടിന്നിലുള്ള സെമോലിനയുടെ പുഡിംഗ് ഉണ്ടല്ലോ, നമ്മൾ ബേസ്, അതിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഈ ക്രീം ചീസിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ നമുക്കിത് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഫ്ലേവർ ആയിരിക്കും തരുന്നത്. നമ്മൾ സാധാ ഒരു നോർമൽ പുഡിങ്ങിൻ്റെ ഒരു ടേസ്റ്റ് അല്ല, ഇത് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് നമുക്ക് ഈ പുഡിങ്ങിൽ നിന്ന് കിട്ടുന്നത്. അതുപോലെ തന്നെ റവയുടെ പുഡിങ് പൊതുവേ നമ്മൾ ഉണ്ടാക്കലൊക്കെ കുറവാണ്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. ഇപ്പോൾ നല്ല ചൂടുണ്ട്, ഞാൻ ഡയറക്റ്റ്ലി ഇതിലേക്ക് ഒഴിച്ചതാണ്. അപ്പോൾ ഇതൊന്ന് ചൂടാറാൻ വേണ്ടി വെച്ചതിന് ശേഷം ഒരു 3 മണിക്കൂർ മിനിമം ഇതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. പക്ഷേ ഞാനിവിടെ ചെയ്യുന്നത് പിറ്റേ ദിവസമാണ് ഞാനിപ്പോൾ ഇതെടുത്തിരിക്കുന്നത്. ഞാൻ നല്ല ചൂടാറിയതിന് ശേഷം ഒരു ക്ലീൻ റാപ്പറൊക്കെ ഇട്ടിട്ട് ഇത് വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. ഇത് നെക്സ്റ്റ് ഡേ ആണ് എടുക്കുന്നത്. കാരണം ക്രീം ചീസ് യൂസ് ചെയ്യുമ്പോൾ ഓൾവേസ് ദി ബെസ്റ്റ് പിറ്റേ ദിവസം എടുക്കലാണ്. കാരണം ക്രീം ചീസിൻ്റെ ആ ഒരു ടേസ്റ്റ് വരെ നല്ലോണം സെറ്റായതിന് ശേഷം ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ നെക്സ്റ്റ് ഡേ എടുത്തിട്ടുണ്ട്, നല്ലോണം സെറ്റായിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിതൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാനൊരു പ്ലെയിൻ വൈറ്റ് പ്ലേറ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ സൈഡിൽ ഇങ്ങനെ ഒരു ഷേപ്പിൻ്റെ വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് കുറച്ച് ബുദ്ധിമുട്ടാവും ഒന്ന് തിരിച്ചെടുക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പുഡിങ് തിരിച്ചിട്ടു, പയ്യെ പൊക്കുക. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പുഡിങ് റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ സൈഡിലുള്ള ബട്ടർ പേപ്പർ വെച്ചുകൊണ്ട് തന്നെ നല്ലോണം പെർഫെക്റ്റ് ആയിട്ടുള്ള എല്ലാ എഡ്ജസും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഇതൊന്ന് അപ്സൈഡ് ഡൗൺ ആക്കിയിട്ട് ഒന്നും കൂടെ കറക്റ്റ് ഷേപ്പ് ആക്കുകയാണ്. പുഡിങ്ങിൻ്റെ ബൗളൊക്കെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല, കാരണം നമ്മൾ അങ്ങനെ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ കേക്ക് ടിൻ യൂസ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ അതിന് ശേഷം നമുക്ക് സൈഡിലുള്ള ഈ ബട്ടർ പേപ്പറിൻ്റെ എല്ലാനും എടുത്ത് മാറ്റാം. എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ക്രീം ചീസ് ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് സ്ലോലി വേണം നമുക്കിതൊന്ന് എടുത്ത് വെക്കാനായിട്ട്. അപ്പോൾ അതിന് ശേഷം ഞാൻ ഒരു ബട്ടർ പേപ്പർ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 7 ഇഞ്ചിൻ്റെ സൈസിൽ തന്നെ ജസ്റ്റ് ഒരു ഫ്ലവർ മോഡൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് ഡെക്കറേറ്റ് ചെയ്യാം.
അപ്പോൾ ഞാൻ ഈ ഒരു മോഡൽ ചെയ്യുന്നുണ്ടെന്നേ ഉള്ളൂ. ഇതിലേക്ക് ഞാൻ ബദാം, പിസ്ത, ആൽമണ്ട് ഇത് 3 പൊടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇട്ടാണ് ഞാനിതിനെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ഈ കട്ട് ഉള്ള ഭാഗത്തൊക്കെ നമുക്കിതൊന്ന് വെച്ച് കൊടുക്കാം. ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് ആക്കാം. ഞാനപ്പോൾ ഈ ഒരു ഷേപ്പ് ചൂസ് ചെയ്തതേ ഉള്ളൂ. ജസ്റ്റ് ഇങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ നല്ല ഭംഗി ഉണ്ടാവും. ഏത് ചെയ്താലും ടേസ്റ്റിന് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. ടേസ്റ്റ് നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ ഞാൻ പൗഡറൊക്കെ നല്ലോണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് സൈഡിൽ നിന്നൊക്കെ ബട്ടർ പേപ്പർ പയ്യെ എടുത്ത് തുടങ്ങാം. അപ്പോൾ നല്ല ഷേപ്പിലായിട്ട് തന്നെ നമുക്കിത് കിട്ടും. പയ്യെ എടുക്കുക, കാരണം ക്രീം ചീസ് മെൽട്ടായി പോകാൻ നമുക്ക് കുറച്ച് കൂടുതൽ ടൈം എടുക്കുകയാണെങ്കിൽ ഇത് മെൽട്ടായിട്ടുണ്ടാവും ക്രീം ചീസ്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് സാവധാനം എടുക്കുക. നമ്മൾ പുഡിങ്ങിൻ്റെ പണി ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു പുഡിങ്ങാണ്. പിന്നെ ഇത് ഞാനിപ്പോൾ തന്നെ സെർവ് ചെയ്യുകയാണ്. കാരണം നമുക്ക് ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ ഞാൻ തലേ ദിവസം ഉണ്ടാക്കി വെച്ചതാണ്. അപ്പോൾ ജസ്റ്റ് ഒരു ഡെക്കറേഷൻ ഭാഗത്ത് മാത്രമേ എനിക്ക് ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാനത് സൈഡിലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഇതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാൻ പോവുകയാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കണ്ടില്ല, നമ്മൾ ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളൊരു ഫ്ലേവറിങ്ങോ കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചീസി പുഡിങ്ങാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഇപ്പോൾ പിള്ളേർക്കൊക്കെ ശരിക്കും ഇഷ്ടമാവും അങ്ങനത്തെ ഒരു പുഡിങ്ങാണ്. നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു പുഡിങ് റെസിപ്പിയാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിതൊന്ന് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് കുറേ റെസിപ്പീസ് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോസ് എല്ലാം ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്നാലും ഞാൻ ഇടുന്ന എല്ലാ റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. കണ്ടില്ലേ, നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഫോട്ടോയിൽ കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല, കാരണം നല്ല 2 ലെയറായിട്ട് വന്നിരിക്കുന്നത് ഒരു അടിപൊളി ക്രീമി ചീസ് പുഡിങ്ങാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിലുള്ള ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. പറഞ്ഞ പോലെ ഞാനിതിൻ്റെ എല്ലാ വീഡിയോസും ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ് ആൻഡ് എൻജോയ് ദിസ് ചീസി സെമോലിന പുഡിംഗ്. അപ്പോൾ ഇനിയൊരു റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ.